നമസ്കാരം, വെൽക്കം ടു ഫൈറ്റർ. ഹൃതിക് റോഷൻ നായകനായ ദീപിക പദുക്കോണാണ് അതിലെ നായിക. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത ഫൈറ്റർ എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു പ്രധാന വേഷത്തിൽ നമ്മുടെ അനിൽ കപൂർ ജിയും ഉണ്ടായിരുന്നു. അനിൽ കപൂർ ഒരു രക്ഷയില്ല. പുള്ളിക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ മിസ്റ്റർ ഇന്ത്യയുടെ 2 വേണേൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഹൃതിക് റോഷനേക്കാളും പെർഫെക്ഷനും ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ലുക്കിലൊക്കെ പുള്ളി ഇപ്പോഴും മുമ്പിലാണ്. ആദ്യമേ ഒന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പേര് ഉണ്ണി എന്നാണ്. നോർത്ത് ഇന്ത്യൻ സിനിമകളിൽ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് ഉണ്ണി എന്ന് പേര്. അപ്പോൾ പുള്ളി മലയാളി ആയിരുന്നിരിക്കണം. ഉണ്ണി വേറെ എന്തോ പേരും കൂടി ഉണ്ട്. ഹൃതിക് റോഷൻ പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളി 2-3 പ്രാവശ്യം ഉണ്ണി എന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഒരു മനസ്സുഖം ഒക്കെ ഉണ്ടായി. സംഭവം എന്താണെന്ന് വെച്ചാൽ, രാത്രിയാണ് സിനിമ കണ്ടത്. ഉറങ്ങി എഴുന്നേറ്റു. രാവിലെ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ രാവിലെ കുറച്ച് ചോറും കറിയൊക്കെ കഴിക്കുന്നുണ്ട്. വേറെ ഒന്നും വിചാരിക്കണ്ട. ഇതിന്റെ ഇടയിൽ കൂടി നമുക്കങ്ങ് സംസാരിച്ച് പോവാം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ ഫൈറ്റർ ജെറ്റ് ഉണ്ടല്ലോ, ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ. അപ്പോൾ അത് ഓടിക്കുന്ന നായകന്റെ കൂട്ടുകാർ, അതായത് ഒരു ബാച്ചിൽ പഠിച്ചിട്ടുള്ള കൂട്ടുകാർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് അവർ വരുവാണ്. അവരൊരു ദൗത്യത്തിന് വേണ്ടി വരുന്നതല്ല, എന്നാൽ പോലും അത് പിന്നീട് അതൊരു ദൗത്യവും പ്രശ്നങ്ങളൊക്കെ ആയി മാറുന്നതാണ് സിനിമ. അപ്പം ഇവരുടെ ക്യാപ്റ്റനായിട്ട് അനിൽ കപൂർ ഉണ്ട്. അനിൽ കപൂർ ഒരു രക്ഷയില്ല, ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ദീപിക പദുക്കോണ്ട് ഹൃതിക് റോഷന് ചെറിയ ഒരു ബാക്കിൽ സ്റ്റോറിയൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലാണല്ലോ സിനിമ ഒന്നിങ്ങനെ ബലമായിട്ട് വരാം. അങ്ങനെ വരുന്ന ഒരു സിനിമ നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ നാട്ടിൽ വരാത്തൊരു സിനിമ. ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയ നമ്മുടെ ടോപ്പ് ഗൺ മാവറിക് ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ കാണാത്ത ആൾക്കാർ ഇത് പോയി കണ്ടാൽ നിങ്ങൾക്ക് തൃപ്തിയാവും. അതായത് ഈ ഫൈറ്റർ പ്ലെയിൻ ഉണ്ടല്ലോ, ഫൈറ്റർ പ്ലെയിൻ ഇങ്ങനെ വർത്താം, എങ്ങനെ വേണേലും ഈ സാധനം പറത്താം. അപ്പം ഈ പറത്തുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമകൾ വളർന്ന് ഒരു ഹോളിവുഡ് ലെവൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് VFX, ഗ്രാഫിക്സ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്നും ഒരു രക്ഷയില്ല. ഈ സിനിമ ഞാൻ കാണുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള VFXൻ്റെ വർക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ചെറിയ പോർഷൻ ചെയ്ത ഒരു സുഹൃത്തിൻ്റെ ഒപ്പമാണ് ഞാനിത് കണ്ടത്. പുള്ളി പറഞ്ഞത് 1 വർഷത്തിന് മുകളിലെടുത്ത് ഈ സിനിമയുടെ VFX തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ക്ലിയർ ക്രാഫ്റ്റ് ആയിട്ടുള്ള VFX വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ പോലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇമോഷൻസ്, ഈ മിലിറ്ററി, ഈ പറഞ്ഞ എയർഫോഴ്സ്, എയർക്രാഫ്റ്റ്, അപ്പോൾ അപകടം, ഫാമിലി, അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടാവല്ലോ. ഇമോഷൻസ് ഒക്കെ നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഹൃതിക് റോഷനൊക്കെ ഫ്ലൈറ്റ്, അതായത് എയർക്രാഫ്റ്റ് പറത്തുന്നത് കണ്ടാലുണ്ടല്ലോ നമ്മൾ ശരിക്കും പുള്ളി തന്നെ പറത്തുന്നു, അത്രയും ഫീല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ദീപിക പദുക്കോണൊക്കെ ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അതേപോലെ വളരെ നാച്ചുറലായിട്ട് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വില്ലൻ കഥാപാത്രം, കണ്ണിച്ചോരയുള്ള വില്ലൻ കഥാപാത്രം അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് പുള്ളിയുടെ ഒരു കണ്ണിൽ ഇത്തിരി ചോര കളർ, അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണിച്ചോരയുള്ള വില്ലൻ. പക്ഷെ പുള്ളി ചെയ്യുന്നത് കണ്ണിച്ചോരയില്ലാത്ത പരിപാടി. പക്ഷെ വില്ലൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ഭയങ്കര ഒരു വില്ലനൊന്നും അല്ല, നമ്മളുടെ കഥയുമായിട്ട് പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. മനസ്സിലായോ? നമ്മൾ ഒരു വില്ലനെ കാണിച്ച അയാൾ ഭയങ്കര സംഭവമായിട്ട് തന്നെ, വില്ലൻ അത്യാവശ്യം ഇതായിട്ട് കാണിക്കുക, എന്നാലും നമുക്ക് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. പക്ഷേ സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷൻ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ എയർക്രാഫ്റ്റുകാർ അവരുടെ ജീവിതവും അവരുടെ കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ വലിച്ചു നീട്ടലൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഭയങ്കര രസമായിട്ട് ചെറിയ പ്രണയവും സൗഹൃദമൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. എന്നാൽ പോലും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന, അതായത് ക്ലൈമാക്സ് ഭാഗത്തിലേക്കൊക്കെ എത്തുമ്പം ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട് സിനിമ. പിന്നെ ഈ ഹൃതിക് റോഷൻ വളരെ സിമ്പിളായിട്ട് വന്ന് അഭിനയിച്ചത്, ഒരു കുഴപ്പമില്ലാണ്ട് വളരെ സിമ്പിളായിട്ട് വന്ന് അഭിനയിച്ചിട്ട് ഭയങ്കര ഓവർ ആക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒന്നുമില്ല. ദീപിക പദുക്കോൺ സിമ്പിളായിട്ട് അഭിനയിച്ചു. ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യവും വന്നിട്ടില്ല. പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാർ അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യം വേറെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാം നല്ല ഈസി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓവർലോഡാക്കി അഭിനയിക്കേണ്ട കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. ഇതിൽ കൂടുതലും നമ്മുടെ ഫ്ലൈറ്റ് മറ്റ് പരിപാടികളിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത്. അതിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമ കണ്ട് ഇറങ്ങിയ ഫീലാണ് എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് ഗൺ മാവറിക്, ഇതുപോലത്തെ എയർഫോഴ്സിൻ്റെ സിനിമകൾ ഇംഗ്ലീഷിൽ അത്യാവശ്യമുണ്ട്. അപ്പം എനിക്ക് ഈ സിനിമ
അതായത് ടോപ്പ് ഗൺ കാണാത്തവർ ഇത് കാണുക. അപ്പോൾ അത് കാണാത്തവർ ഫൈറ്റർ കാണുക. ഫൈറ്റർ കണ്ടിട്ട് ടോപ്പ് ഗൺ കാണുക. ടോപ്പ് ഗണ്ണിൻ്റെ ഫസ്റ്റ് വെർഷൻ ഉണ്ട്, അത് 86 89 ഇറങ്ങി അതുണ്ട്, അത് വേണമെങ്കിൽ അത് കാണാം. ഇത് രണ്ടും കണ്ടില്ലെങ്കിൽ വേറൊരു സിനിമയുണ്ട്, അത് അത്യാവശ്യം ഫൈറ്റർ ജെറ്റിൻ്റെ ഒക്കെ കുറച്ച് പഴയ മോഡൽ സാധനം കാണിക്കുന്ന ഒരു സിനിമയുണ്ട്, ഡങ്കർക്ക്, നമ്മുടെ നോളൻ്റെ സിനിമ. അത് കര, കടൽ, ആകാശം അങ്ങനെയാണ് ആ സിനിമ. അതിലും ഫൈറ്റർ ജെറ്റുകളുടെ സംഗതികളൊക്കെ നല്ല രസമായിട്ട്, അത് കുറച്ചും കൂടി പഴയ കാലത്തുള്ള ജെറ്റുകളാണ് അതിൻ്റെ അത് കാണുന്നു, അതും നല്ല രസമായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ത്രില്ലിങ് അടിപ്പിക്കും. അത് നമ്മളിങ്ങനെ ഇരിക്കും, ഇങ്ങനെ ആയിപ്പോലെ അങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന പറപ്പിക്കുന്ന സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയി കാണാം. ഒരു രീതിയിലും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതേപോലത്തെ ഒരു സിനിമ, മനസ്സിലായോ? നമ്മൾ ഞാൻ പറഞ്ഞ ഓവറാക്കുന്നില്ല ഒരു കാര്യത്തിനും. ഇമോഷൻസൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഭയങ്കര ഓവറാക്കുന്നില്ല. ആ ഇമോഷൻസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഹൃതിക് റോഷൻ്റെ നല്ലൊരു തിരിച്ചുവരവും കൂടി ആയിരിക്കും. അതിന് പുള്ളി ഒരിടത്തും പോയിട്ടില്ല, എന്നാലും പുള്ളി ഫാമിലി ഇഷ്യൂ ഒക്കെ ആയിരുന്നു എന്നാണ് കേട്ടത്. അപ്പം അതിൽ നിന്നൊക്കെ നല്ലൊരു തിരിച്ചുവരവായിരിക്കും. പിന്നെ ദീപിക പദുക്കോണും ഹൃതിക് റോഷനും ആദ്യമായിട്ടാണ് ഒരുമിച്ച് വന്നത്. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച സംവിധായകൻ ഒരുപാട് നാളിൻ്റെ പുറകെ അലിഞ്ഞിട്ടുണ്ട്, അറിയാം. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ക്ലൈമാക്സ് ആകുമ്പം നമുക്ക് തന്നെ ഒരു സാധനം പറയാൻ തോന്നും, എന്താണെന്ന് അറിയാമോ? ജയ് ഹിന്ദ് ഉറപ്പായിട്ടും പറയാൻ തോന്നും. അതേപോലത്തെ മ്യൂസിക്കിൽ നമ്മളിങ്ങനെ ഒഴുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മ്യൂസിക് ഉണ്ട്, അത് എല്ലായിടത്തും വരുന്നൊരു മ്യൂസിക് ഉണ്ട്, നല്ല രസമാണ്. ഇടയ്ക്കിടയ്ക്ക് ജയ് ഹിന്ദ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കരുത്ത് കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സിനിമ റിവ്യൂ ഭയങ്കരമായിട്ട് പൊളിച്ചു കയറുന്ന രീതിയിലൊന്നും ആക്കാതിരിക്കാനാണ് എനിക്കിഷ്ടം. കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുക. ഈ ഒരു സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല, ധൈര്യമായിട്ട് പോയി കാണാം കേട്ടോ. ഓക്കെ, ജയ് ഹിന്ദ്. കഴിക്കുക.